ഡയാന ഒസുന എന്ന യുവതിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോൾ ജീവിതത്തിൽ വലിയ ശൂന്യത അനുഭവപ്പെട്ടിരുന്നു. കൊളംബിയയിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഡയാന 15 വർഷത്തോളം ഒരു മെഡിക്കൽ പരിശീലന കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി അധ്വാനിക്കാൻ ഡയാന ഒരു മടിയും കാണിച്ചിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഒരു ദുരന്ത വാർത്ത ഡയാനയെ തേടിയെത്തുന്നത്. ഭർത്താവിന് ക്യാൻസർ സ്ഥിരീകരിച്ചു. 2.5 വർഷത്തോളം ആ രോഗം അവരുടെ ജീവിതത്തിലെ വേദനാജനകമായൊരു പരീക്ഷണമായി മാറി. എന്നിരുന്നാലും ആ സമയം ഇരുവരുടെയും വിശ്വാസം ആഴത്തിൽ വളരുന്നതിന് ഇടയാക്കിയിരുന്നു. ഒടുവിൽ ഡയാനയുടെ ഭർത്താവ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഭർത്താവ് ഈ ലോകം വിട്ടുപോയി 1.5 വർഷമായപ്പോഴായിരുന്നു ഡയാനയ്ക്ക് ഹൃദയത്തിൽ വലിയ ശൂന്യത അനുഭവപ്പെടുന്നത്. ദൈവം എന്നിൽ നിന്നും കൂടുതലെന്തോ ആഗ്രഹിക്കുന്നുണ്ടെന്ന തോന്നൽ അവരിൽ ഉടലെടുത്തു. കത്തോലിക്ക ഫൗണ്ടേഷനായ റഗ്നം ക്രിസ്റ്റിയിലൂടെ ധ്യാനങ്ങളിൽ പങ്കെടുത്തും പ്രാർത്ഥിച്ചും വളരെ ഗൗരവത്തോടെ ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റാനായി അവർ പരിശ്രമിച്ചു. ഒടുവിൽ ഡയാന ദൈവത്തിൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞു. തിരുവസ്ത്രം സ്വീകരിക്കാതെ എന്നാൽ അവരുടെ ജീവിതം പോലെ ഒരു സമർപ്പിത ജീവിതം നയിക്കുക എന്നതായിരുന്നു ആ പദ്ധതി. അത്തരത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്ന നിരവധി സാധാരണക്കാർ ഇന്ന് കത്തോലിക്ക സഭയിലുണ്ട്. വലിയ ഉത്തരവാദിത്തങ്ങൾ അതിന് തടസ്സമായെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഡയാന അതെല്ലാം ഉപേക്ഷിച്ചു. 3 വർഷത്തെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ ഡയാന സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിവാഹത്തിലേക്കുള്ള തൻ്റെ വിളിയും അതിനുശേഷം നടന്ന സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളിയും പരസ്പര വിരുദ്ധമായ പാതകളല്ല, മറിച്ച് പരസ്പര പൂരകങ്ങളായ യാഥാർത്ഥ്യമാണെന്ന് താൻ മനസ്സിലാക്കുന്നുവെന്ന് ഡയാന പറയുന്നു. ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായ നിമിഷത്തിലും ദൈവത്തെ മുറുകെ പിടിച്ച് അവിടുത്തെ ആഗ്രഹത്തിനായി ജീവിക്കുന്ന ഈ യുവതി ഇന്നത്തെ യുവാക്കൾക്ക് ഒരു പാഠമാണ്.